ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന കർമ്മമാണ് ഉരൽക്കുഴി തീർത്ഥത്തിലെ സ്നാനം. പാപങ്ങൾ കഴുകിക്കളഞ്ഞ് പുതുജീവൻ തേടുകയാണ് ഓരോ ഭക്തനും ഉരൽക്കുഴി സ്നാനത്തിലൂടെ ചെയ്യുന്നത്. പുണ്യനദിയായ പമ്പയുടെ കൈവഴിയായ കുമ്പളം തോട്ടിലെ വെള്ളമാണ് ഉരൽക്കുഴിയിലേത്. വനത്തിനുള്ളിൽ നിന്ന് ഉത്ഭവിച്ച പാറക്കെട്ടിലൂടെ ഒലിച്ചിറങ്ങുന്ന അരുവിയിലെ വെള്ളം തീർത്ഥാടകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. സന്നിധാനത്തിൻ്റെ അന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പം അങ്ങനെ പെട്ടെന്ന് ഒത്തിരി അധികം ആൾക്കാരും അങ്ങനെ വരില്ല കാണാൻ വേണ്ടിയിട്ട്. വന്ന് കണ്ട് കുളിച്ച് പോവുക, അതന്നെ. മഹിഷിയെ നിഗ്രഹിച്ചു കഴിഞ്ഞ അയ്യപ്പൻ ഇവിടെ സ്നാനം ചെയ്തുവെന്നാണ് ഐതിഹ്യം. അയ്യപ്പനെ തൊഴുത് കുളിച്ച് പമ്പയിൽ കുളിച്ച് നമ്മുടെ ഭസ്മക്കുളത്തിൽ കുളിച്ചിട്ട് വീണ്ടും മടങ്ങി നമ്മളെ ഇവിടെ പറയുമ്പോഴുള്ളൂ. രണ്ടാമത് വന്നിട്ട് ഇപ്പോൾ കുളിക്കാൻ വന്നതാണ് ഉരക്കുഴിയിൽ. അത്രയും നല്ലൊരു പുണ്യതീർത്ഥാണ് ഉരക്കുഴി. സന്നിധാനത്ത് നിന്നും 1 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിലാണ് ഉരൽക്കുഴി. 5 വർഷമായിട്ടും ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടേ പോകാറുള്ളൂ. ഒരു പുണ്യതീർത്ഥം എന്ന നിലയ്ക്കാണ് നമ്മളതിനെ കാണുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഇവിടെ വന്നിട്ട് കുളിച്ച് നമ്മൾ പോകാറുള്ളൂ. പമ്പയിൽ സ്നാനം നടത്തിയാണ് ഓരോ അയ്യപ്പനും മല കയറുന്നത്. സന്നിധാനത്തെത്തി അയ്യപ്പനെ തൊഴുത് ഉരക്കുഴിയിൽ സ്നാനം നടത്തിയാണ് ഓരോ അയ്യപ്പനും മലയിറങ്ങുന്നത്. ഉരക്കുഴി ഒരിക്കലും വറ്റാറില്ല. ഉരക്കുഴിയിൽ നിന്നും ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ.